നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് രണ്ട് പൈല് വെച്ചിട്ടുണ്ട് അഗൈൻ. ഓക്കെ, പൈൽ റീഡിങ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളായിട്ട് ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ ഒരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ രണ്ട് പൈലുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് എന്താണ് തോന്നുന്നത് നോക്കാം. അവർ ഫോട്ടോ കാണുമ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താ ഓർക്കുന്നത്? ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഫോട്ടോ നോക്കാറുണ്ടോ? നോക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? രണ്ടും പറയാം അല്ലേ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഫോട്ടോസ് അവരുടെ കയ്യിലുണ്ടോ? അത് നോക്കുമ്പോൾ അവർക്ക് എന്താ ഫീൽ ചെയ്യാറ് എന്ന് നോക്കാം. കറണ്ട് ഫീലിങ്സ് തന്നെ. ഓക്കെ, പക്ഷേ ഇപ്പോൾ സപ്പോസ് ഇടയ്ക്ക് നിങ്ങളുടെ DP എടുത്ത് നോക്കി ഫോട്ടോ പഴയത് എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ എന്ന രീതിക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? എന്താ ചിന്തിക്കുന്നത്? നോ കോണ്ടാക്ട് ആവണമെന്നില്ല കേട്ടോ, സെപ്പറേഷൻ ആവണമെന്നൊന്നുമില്ല. ഈവൻ ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത സമയത്ത് അവർ നിങ്ങളെ DP എടുത്ത് ചെക്ക് ചെയ്യുക, ലാസ്റ്റ് സീൻ നോക്കുക, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, ഇത് പൈൽ 1 റോസ് കോട്ട്സ് ആണ്. റോസ് കോട്ട്സിൻ്റെ റോസ്. ഓക്കെ, സെക്കൻഡ് പൈൽ താമര, ലോട്ടസ്. ഓക്കെ, നമുക്ക് പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 റോസ്. ലെറ്റ്സ് സീ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കാറുണ്ടോ? നിങ്ങളെ ഓർക്കുന്നുണ്ടോ? Seven of Swords, Four of Wands, Three of Wands, രണ്ട് കാർഡാണ് കിട്ടുന്നില്ല സെപ്പറേറ്റ്. പേജ് ഓഫ് പെൻഡിക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, ഓക്കെ ഓക്കെ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ എനിക്ക് കാണുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്ന രീതിയിലായിരിക്കാം ചിലവർക്ക് ഇവിടെ സെപ്പറേഷൻ, ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം. കാരണം ഇവിടെ 9 ഓഫ് സോഡ്സും ഉണ്ട്. സോ മേ ബി നിങ്ങൾ തമ്മിലൊരു ടോട്ടൽ സെപ്പറേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ വിട്ട് വേറെ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയ പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി നമ്മൾ ചീറ്റിങ്ങിൻ്റെ കാർഡാണെന്ന് പറയും. ചീറ്റിംഗ് മാത്രമല്ല, അപ്പം നിങ്ങളെ ഉപേക്ഷിച്ച് വേറെ തേർഡ് പാർട്ടിയുടെ കൂടെ പോയി എന്ന രീതിക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന രീതിയിൽ. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, നോ കോണ്ടാക്ട് ആയിരിക്കാം, എന്തും ആവാം. ഓക്കെ, മേ ബി ചിലവരുടെ മാരേജ് കഴിഞ്ഞു പോയി കാണാം. ഓക്കെ, അല്ലെങ്കിൽ ചിലവർക്ക് നിങ്ങൾ മാരീഡ് ഓൾറെഡി, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വിട്ട് പോയി എന്ന രീതിയിലും പറയാം. രണ്ടും പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വേറെ ആരെങ്കിലും മാരേജ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ പക്ഷേ നിങ്ങളുടെ ഫോട്ടോ സപ്പോസ് അവർ നോക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ കാര്യം തന്നെ പറയാം, അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ, അവർ ആ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് വിഷമമുണ്ട്, സ്ട്രെസ് ഉണ്ട് എന്ന രീതിയിലാണ്. ആൻഡ് ഇവിടെ 3 ഓഫ് Wands ആണ്. സോ അവരെങ്ങനെയെങ്കിലും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുമോ എന്നൊരു ചിന്തയിലാണ് ഇവിടെ. ഓക്കെ, 3 ഓഫ് Wands ആണ്. 3 ഓഫ് Wands പറയുമ്പോൾ നമ്മൾ പ്ലാനിങ് എന്ന രീതിയിൽ പറയും. പ്ലാനിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ട്രാറ്റജൈസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, ആലോചിച്ച് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്ന രീതിക്കൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനുള്ള ആലോചനകൾ. ഓക്കെ, അപ്പോൾ 3 ഓഫ് Wands പറയുമ്പോൾ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് വീണ്ടും ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ കൂടിയാണ് ഇതും കാണിക്കുന്നത് 3 ഓഫ് Wandsഉം. പക്ഷെ അത് മാത്രമല്ല, ഐ തിങ്ക് അതിൽ നിന്ന് നിങ്ങളെ വിട്ടുപോയത് ആ റിഗ്രറ്റിൽ ഇപ്പം അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന രീതിയിൽ. ഓക്കെ, വീണ്ടും തിരിച്ചു വന്ന് നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം എന്ന രീതിയിൽ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുണ്ട് തീർച്ചയായിട്ടും. ആൻഡ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്ന്, ഇത് പേജ് ഓഫ് പെൻഡിക്കിൾസും ഒരു ഓഫറിൻ്റെ കാര്യമാണ് പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫറിൻ്റെ കാര്യമാണ് പറയുക. ചിലവർക്ക് ഓൾറെഡി അവർ മാരീഡ് അല്ലെങ്കിൽ, ഓക്കെ, അവർ മാരീഡ് അല്ല, അങ്ങനത്തെ വല്ല പോസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ട്. ഓക്കെ, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും കമ്മിറ്റ്മെൻറ്റ് തരാനും രണ്ടും.
ഓക്കെ, അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. ചിലവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യണം എന്ന രീതിയിൽ അവരെ മനസ്സിൽ പറയാം. എന്തായാലും ഒരു കമ്മിറ്റ്മെന്റ് ഫീലിംഗ് ഉണ്ട് അവർക്ക്, അതായത് നിങ്ങളുമായിട്ട് മുന്നോട്ട് വീണ്ടും. ചിലവർക്ക് സോറി പറഞ്ഞു വരാനായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വല്ല ഗിഫ്റ്റൊക്കെ വാങ്ങിത്തരാൻ, ഗിഫ്റ്റ് തരാൻ, നിങ്ങളുടെ അടുത്തൊരു സോറി പറയാൻ. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ യെസ്, അവർ ഓർക്കുന്നത് എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്ത്, അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്തായാലും തീർച്ചയായിട്ടും അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റിൻ്റെ റിഗ്രറ്റ് അവർ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ഓക്കെ, അവർ ആ റിഗ്രറ്റ് അവർ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള മൊമെന്റ്സ് ആലോചിക്കായിരിക്കും. ഓക്കെ, ഓർമ്മകളിലായിരിക്കും. ആൻഡ് അത് മാത്രമല്ല നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സോറി പറഞ്ഞ് വരാൻ, നിങ്ങളുമായിട്ട് ഒന്ന് കാര്യങ്ങൾ ശരിയാക്കാൻ, ബെറ്റർ ആക്കാൻ, നിങ്ങളുടെ അടുത്തൊരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ തിരിച്ചു വരണം എന്നവർക്ക് മനസ്സിലുണ്ട്. കാരണം ഇവിടെ ഏസ് ഓഫ് വോൺസും ഉണ്ട്, അതുകൊണ്ടാണ്. ആൻഡ് ഏസ് ഓഫ് വോൺസ്, ഏസ് ഓഫ് കപ്സും ഒക്കെ രണ്ടും ഉണ്ട്. ഏസ് ഓഫ് വോൺസും ഏസ് ഓഫ് കപ്സും രണ്ടും ഉണ്ട് ബോട്ടം. ഓക്കെ, അവർക്ക് ആ റിഗ്രറ്റ് ഉണ്ട്, അവർക്ക് ഒരുപാട് റിഗ്രറ്റ് ഉണ്ട്. നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലോണം അതിൻ്റെ വിഷമമുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ, റീയൂണിയനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു റീസ്റ്റാർട്ട്. ഏസ് ഓഫ് വോൺസ്, ഏസ് ഓഫ് കപ്സ്. ഓക്കെ, അതായത് അത്രയും പാഷനേറ്റ് ആയിട്ട് സ്നേഹത്തോടെ, സ്നേഹം നിങ്ങളോടാണ് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും റീസൺ കൊണ്ട് തേർഡ് പാർട്ടി എടുത്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, അതെന്ത് തന്നെ ആയിക്കോട്ടെ, അവർ മാരീഡ് ആയിരുന്നു, മാരീഡ് ആണ്, അല്ലെങ്കിൽ മാരീഡ് ആവാൻ പോകുന്നു, എന്ത് തന്നെ ആയിക്കോട്ടെ, അല്ല വേറൊരു പേഴ്സൺ വന്നു ലൈഫിൽ, എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷെ അതിലേക്ക് റിഗ്രറ്റ് അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ബോട്ടം എനർജി ഇതായിരുന്നു. സോ അവർക്ക് റിഗ്രറ്റിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെടുത്ത് തിരിച്ചു വന്നൊരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പം നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് അവരിടയ്ക്ക്. നിങ്ങളുമായിട്ട് എങ്ങനെയാണ് തിരിച്ചു വരിക എന്നവർ ഓർക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കൂടി നോക്കാം. ഈ ഡെക്കിന്ന് നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരെ മെസ്സേജായിട്ട് നിങ്ങൾ വരുമോ നോക്കാം. അവരെന്ത് ചെയ്യാനാണ് ചാൻസ്? അവരുടെ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ എന്താണ് അറിയിക്കുന്നത്? ഹെൽത്തി ചോയ്സസ്. യെസ്, ഗുഡ്. നോട്ട് ടുഡേ. ആക്സ്, ദ ഗ്രിം റീപ്പർ, ഹാൻഡ് ഓഫ് കാർഡ്സ്. ഓക്കെ, ഇവിടെ കാണുന്നത് ആക്ച്വലി ഇങ്ങനെ വെക്കണം. ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞ പോലെ ബ്രേക്കപ്പ്, സെപ്പറേഷൻ. ഓക്കെ, അവർ തന്നെ, പക്ഷെ അവനവൻ്റെ കാലിൽ എന്താ പറയുക, നമ്മൾ പറയില്ലേ, എന്താ അവനവൻ്റെ കാലിൽ തന്നെ മഴ കൊണ്ട് തട്ടിയെന്നെന്തോ പറയുമല്ലോ, ആ രീതിക്ക്. ഓക്കെ, അവർ തന്നെയാണ് നിങ്ങളെ ഹേർട്ട് ചെയ്തത്. ഓക്കെ, അവർ തന്നെയാണ് റിലേഷൻഷിപ്പ് കേടുവരുത്തിയത്. അവരെന്തോ ചീറ്റിംഗ് ചെയ്തിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കേടുവന്നത്. ഓക്കെ, അവർ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിരിക്കും, സെപ്പറേഷൻ ആയിരിക്കും, മേ ബി നിങ്ങളും മാറി നടക്കുന്നുണ്ടാവും. ഓക്കെ, ഗ്രിം റീപ്പർ ഉണ്ട്. റിലേഷൻഷിപ്പ് ഇസ് ഓവർ, നോ സെക്കൻഡ് ചാൻസസ്, ഗ്രോ ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളോട് ചിലവരോട് ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ പേഴ്സണിനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട, നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ എന്ന രീതിയിലും ഉണ്ട്. ആൻഡ് നോട്ട് ടുഡേ എന്നുണ്ട് ഇവിടെ. നോട്ട് ഡീലിംഗ്, ഹേർട്ട്, അവോയ്ഡിങ് കോൺവെർസേഷൻ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ കുറച്ചായിട്ട് നിങ്ങളോട് അധികം സംസാരിക്കാൻ വരുന്നുണ്ടാവില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് അറിയാം, നന്നായിട്ട് അവർക്ക് അറിയാം. ആ റിഗ്രറ്റ് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അവരതിനെക്കുറിച്ച് ഡീൽ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അവരതിനെക്കുറിച്ച് സംസാരിക്കാനോ പറയാനോ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല. ഓക്കെ, ഒന്നും അവർ സംസാരിക്കാതെ അവോയ്ഡ് ചെയ്തിട്ട് നടക്കുമായിരുന്നു. പക്ഷേ ഇനി ഇവിടെ പറയുന്നത് മേക്കിംഗ് ഹെൽത്തി ചോയ്സസ് എന്നാണ്. ഓക്കെ, നിങ്ങൾ ഒന്ന് നിങ്ങളുടെ പേഴ്സൺ ചോയ്സ് എടുക്കും, അതായത് തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ എന്ന രീതിയിൽ ഒരു ചോയ്സ് എടുക്കുന്നതായിട്ട് പറയാം നിങ്ങളോട്. പക്ഷെ ഇവിടെ രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്കിത് വെയിറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പേഴ്സണിനെ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അവർ ഓക്കെ ചെറിയ ചീറ്റിംഗ് ചെയ്തു, പക്ഷെ ഓക്കെ ഞാനൊരു ചാൻസ് കൊടുക്കാം എന്ന് നിങ്ങൾക്ക് ഹാൻഡ് ഓഫ് കാർഡ്സ് ഉണ്ട് ഇവിടെ. ടേക്ക് എ റിസ്ക് എന്നുണ്ട്. ഓക്കെ, ബീങ് സ്ട്രാറ്റജിക് ഓപ്ഷൻസ്. ഇത് നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി പ്ലാനിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പേഴ്സൺ പ്ലാനിങ് ചെയ്തിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ പക്ഷെ അതിന് ചാൻസ് കൊടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിലാണ് ഇത് വിട്ടു തരുന്നത്. പേഴ്സൺ തിരിച്ചു വരും. ഓക്കെ, തിരിച്ചു വന്ന് അവർ വീണ്ടും നിങ്ങളുടെ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് ഇതൊക്കെ എല്ലാം പറഞ്ഞ് വരും. അവർക്ക് റിഗ്രറ്റും ഉണ്ട്. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ വൈസായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനിയും പേഴ്സൺ ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അതാണ് ഇവിടെ പ്രശ്നം. അവർ ഇനിയും ഇങ്ങനെ വല്ലതും ചെയ്യോ, ചീറ്റിംഗ് ചെയ്യോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനൊരു ചാൻസ് കൊടുക്കൂ വീണ്ടും. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ്, സെൽഫ് കാര്യങ്ങൾ നിങ്ങൾ അവനവൻ്റെ സന്തോഷം നോക്കി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നും പറയുന്നുണ്ട്. ഓക്കെ, രണ്ട് തരത്തിലിവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വേറെ ആയിരിക്കും. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ആ പേഴ്സൺ ഒരു അബദ്ധം പറ്റി വല്ലവരിടത്തും അറിയാതെ ഒന്ന് ഇൻവോൾവ് ആയി പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ആരെയും വാക്ക് കേട്ടിട്ടോ എന്ത് തന്നെ ആയാലും ശരി,
അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അത് പക്ഷെ നല്ലോണം അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് മാത്രം സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ അവർ തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഒക്കെയാണ്, പക്ഷെ ചീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ അത് അവെയർ ആയിരിക്കുക, നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽ നമുക്ക് പോവാം. നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. സെക്കൻഡ് പൈൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഫോട്ടോ നോക്കുക, DP നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അവരെന്താ ആലോചിക്കുന്നത്, എന്താണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഹൈ പ്രീസ്റ്റസ്, മജീഷ്യൻ, Four of Pentacles, okay. King of Cups, okay. ഒരു കാർഡ് കൂടെ എടുത്തേക്കാം. Queen of Cups, wow, and Empress, great. ഇവിടെ ഓക്കെ, ഇതൊരു കപ്പിൾ ഓൾറെഡി ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇതിൽ നമ്മൾ കൂടുതൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ, ഓക്കെ, നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം സ്ട്രോങ് ഫീലിങ്സ് ആണ് വരുന്നത്. ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, അവർ ഒരുപാട് നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഉണ്ട്. രണ്ടുപേർക്കും ഐ തിങ്ക് പരസ്പരം ഇവിടെ ഈക്വൽ ആണ് എനിക്ക് കാണുന്ന സ്നേഹം. എനിക്ക് വളരെ ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. അവർക്ക് തോന്നുന്നത് ആക്ച്വലി നിങ്ങൾ വളരെ നിങ്ങൾ എന്തെങ്കിലും മാജിക് ചെയ്ത് അവരെ പിടിച്ചു വെച്ചോ എന്നടക്കം അവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ രീതിക്കാണ് അവർക്ക് തോന്നുന്നത്. അത്രയും അട്രാക്റ്റഡ് ആണ് അവർ നിങ്ങളോട്. എനിക്ക് അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് ഇങ്ങനെ ഒരു പുൾ ഫീൽ ചെയ്യാണ്. ഓക്കെ, മജീഷ്യനും ഉണ്ട്, ഹൈ പ്രീസ്റ്റസും ഉണ്ട്. അത് രണ്ടും പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറ് നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിച്ചു വെക്കുന്ന തരത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തോ എന്ന രീതിയിൽ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അവരെ അട്രാക്ട് ചെയ്ത് എടുക്കുകയാണോ, അല്ലെങ്കിൽ അത്രയും അട്രാക്ഷനാണ് അവർക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങളെ വിട്ട് മാറിപ്പോവാനോ നിങ്ങളെ വിട്ട് നിൽക്കാനോ അവർക്ക് സാധിക്കില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുള്ളാണ് അവർ ഫീൽ ചെയ്യുന്നത്. അവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. പക്ഷെ അത് മാത്രമല്ല, അവർക്ക് തോന്നുന്നത് നിങ്ങളവരെ അത്രയും അട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് അവർക്ക് തോന്നുന്നത്. അത്രയും അട്രാക്ഷൻ, നിങ്ങളോട് സ്നേഹം, ഫീലിങ്സ് തന്നെയാണ്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് സെക്ഷൽ അങ്ങനെ മാത്രമല്ല, എല്ലാ തരത്തിലും ലൈക്ക് കിങ് ഓഫ് കപ്സ് ആണ്. സോ അവർക്ക് സ്ട്രോങ് ഇമോഷണൽ ഫീലിങ്സ് തന്നെയാണ് നിങ്ങളോട്. ഓക്കെ, പക്ഷേ ഇവിടെ ഫോർ ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് മേ ബി നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആയിരിക്കും. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റ്യൂട്ടീവ് ആണ്, നിങ്ങൾ വളരെ കാണാൻ വളരെ സെൻഷ്വൽ ആണ്, കാണാൻ വളരെ ഭംഗിയാണ് എന്ന രീതിയിൽ. ലേഡീസ് ആയിരിക്കാം കൂടുതലും, ജെൻസ് ആണെങ്കിലും ശരി. ഓക്കെ, നിങ്ങളെ കാണാൻ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ് എന്നുള്ള നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ ആക്ച്വലി വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ അങ്ങനെ അല്ല എന്ന്. പക്ഷേ എവിടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആയിരിക്കും, ചിലപ്പോൾ സ്പിരിച്വൽ ആയിരിക്കാം നിങ്ങൾ അധികം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മേ ബി നിങ്ങൾ സെൽഫ് സഫിഷ്യൻ്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ അങ്ങനെ അവരോട് അങ്ങനെ ഒരുപാട് കോഡിപ്പെൻഡൻ്റ് ആയിട്ടല്ല നിങ്ങൾ ബിഹേവ് ചെയ്യാറ്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, നിങ്ങൾ വളരെ കേപ്പബിൾ ആണ് എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആക്ച്വലി അവർക്ക് നിങ്ങളോട് വളരെയധികം അട്രാക്ഷനും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ട്രോങ് ആയിട്ട് എംപ്രസ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോഴും നമ്മൾ വളരെ ഒരു നല്ലൊരു മെച്യൂർഡ് പേഴ്സൺ, എല്ലാ കാര്യങ്ങളും തനിയെ ഡീൽ ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സൺ, ഒരു റെസ്പെക്ട്, നിങ്ങളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നു ആ രീതിക്കൊക്കെ. ഓക്കെ, അങ്ങനെ ഒരു വൈഫ് മെറ്റീരിയൽ എന്ന് പറയും. വൈഫ് മാത്രമല്ല, ഹസ്ബൻഡ് ആയാലും. ഓക്കെ, എംപ്രസ് രണ്ടും ആവാം, എംപ്രറും ആവാം. നിങ്ങളെ ഒരു മാരേജ് ചെയ്താൽ വളരെ നല്ല ഹാപ്പി ലൈഫായിരിക്കും നിങ്ങളുടെ. ആക്ച്വലി ഇവിടെ ഓൾറെഡി കപ്പിളാണ് വന്നിരിക്കുന്നത്. സോ മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിലും ശരിയല്ല, ഐ തിങ്ക് ഇത് മാരീഡ് ആവാൻ സാധ്യതയില്ല. നിങ്ങൾ തമ്മിൽ മാരേജ് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് അത്രയും കപ്പിളായിട്ട് തന്നെയാണ് ഓൾറെഡി വന്നിരിക്കുന്നത്. സോ ഇത് ഡിവൈൻ ഐ തിങ്ക് കൊണ്ട് മീറ്റ് ചെയ്ത ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിന്. പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സണിന് ഇടയ്ക്ക് തോന്നലുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല എന്ന രീതിക്ക് അവരുടെ മൈൻഡിൽ കുറച്ചുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്ന രീതിക്കൊക്കെ മനസ്സിലാഗ്രഹമുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ്. എനിവേ ഇവിടെ സിമ്പിൾ ആയിട്ടാണ്, വളരെ നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നു, നിങ്ങളോട് പാഷൻ തോന്നുന്നു, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വേണം, മുന്നോട്ട് ലൈഫിൽ നിങ്ങൾ കപ്പിള് നിങ്ങൾ അവർ കൂടെ വേണമെന്ന്. ചിലപ്പോൾ അവർ അധികം ഓക്കെ, ഈ കാർഡ് നമ്മൾ ഇങ്ങനെയും പറയുന്നിട്ട് അവരധികം എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളത്. ഓക്കെ, അവർ ലേശം അവരെ മനസ്സിലുള്ളത് തുറന്ന് ചിലപ്പോൾ നിങ്ങളോട് കാണിക്കുന്നുണ്ടാവില്ല. ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഫീലിങ്സ് അവരുടെ ഉള്ളിൽ ഒരുപാടുണ്ട്. പക്ഷെ ചില സമയത്ത് അവരതിനെ എല്ലാം മനസ്സിൽ വെച്ച് ചിലപ്പോൾ അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ശരിക്കും ഇവർക്ക് എന്നോട് സ്നേഹം ഉണ്ടോ എന്ന്. പക്ഷെ ഉണ്ട്,
ശരിക്കും വളരെ സ്ട്രോങ് ഫീലിങ്സ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, വേറെ ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഇവിടെ സ്ട്രോങ് ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. ഓക്കെ, നിങ്ങൾ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നില്ല അങ്ങനെ വല്ലതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. അവർ പറയാതെയാണ്, എക്സ്പ്രസ് ചെയ്യാതെയാണ്. ഓക്കെ, പക്ഷെ അവർക്ക് ശരിക്കും സ്ട്രോങ് ആയിട്ട് അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് തന്നെയാണ്. നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, എല്ലാം അവർക്ക് ഇഷ്ടമാണ് എന്ന രീതിക്കാണ്. ഓക്കെ, ഇതിവിടെ പോസിറ്റീവ് ഫൈലാണ്, വെറുതെ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കണ്ടല്ലോ. നിങ്ങൾക്ക് പക്ഷേ ഡൗട്ട് തോന്നുന്നുണ്ടാവും എന്നിട്ട് അവർ അത്ര എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന്, പക്ഷെ മനസ്സിലുണ്ട്, തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ മെസ്സേജസ് കൂടി നോക്കാം. ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം നിങ്ങൾ. യെസ്, നിങ്ങൾ തമ്മിൽ ട്വിൻ ഫ്ലെയിം ആയിരിക്കാം, പറയാം. കാസറ്റ്, ലെറ്റ്സ് സീ, ക്ലോക്ക്, ബൂട്ട്, ഓക്കെ, ഒന്നുകൂടി അസെൻഡിങ്. ഓക്കെ, ഇവിടെ കാണുന്നത് ഒന്ന് നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം എന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ അങ്ങനത്തെ കേസസിൽ നിങ്ങളുടെ പേഴ്സൺ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്പ്രസ് ചെയ്യില്ല അധികം എന്ന്, അവർ പിന്നോട്ട് വലിയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് പേടിയാണ്. അവർ നിങ്ങളോട് അറ്റാച്ച്ഡ് ആവാൻ ഒരു അല്പം പേടിയാണ്. അവർക്ക് നിങ്ങളെ പേടിയാണെന്ന് പറയാം. കാരണം നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു പേഴ്സൺ പോലെയാണ് അവർക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് ലൈക്ക് നിങ്ങളോട് അടുത്ത് കഴിഞ്ഞാൽ അവർ ഹേർട്ട് ആവുമോ എന്നുള്ളൊരു മനസ്സിലൊരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഓക്കെ, ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം നിങ്ങൾ ചിലവർ. കാസറ്റ് ഉണ്ട് ഇവിടെ. നിങ്ങൾ കുറേ അവരായാലും നിങ്ങളായാലും, അവരിപ്പോൾ നിങ്ങളുടെ ഫോട്ടോൻ്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞത്, അവർ നിങ്ങളുടെ ഫോട്ടോ കാണുമ്പോൾ അവർ നിങ്ങൾ തമ്മിലുള്ള സമയങ്ങൾ ഒരുപാട് ഓർക്കാറുണ്ട്, ഒരുപാട് റെമിനൈസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അതിൽ അവർ ഒരുപാട് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, മെമ്മറീസ് അവർ ഓർക്കാറുണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ക്ലോക്ക്, നീഡ് ടൈം, ടേക്സ് ടൈം, ഇൻ ടൈം സൈക്കിൾസ്, ടൈം ടു ഹീൽ. ഓക്കെ, ഇതിവിടെ നിങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ബെറ്റർ ആവും. സിറ്റുവേഷൻ നിങ്ങൾ തമ്മിൽ നല്ലൊരു പ്രോഗ്രസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈവൻ മാരേജോ കമ്മിറ്റ്മെൻറ്റോ നിങ്ങൾ തമ്മിൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യൽ എല്ലാം ഉണ്ടാവും. പക്ഷെ കുറച്ച് സമയം എടുക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ പേഴ്സൺ അല്പം ചില സമയത്ത് അവർക്കൊരു നിങ്ങളുടെ അടുത്ത് അടുക്കാനൊരു പേടി പോലെ ഓക്കെ അവർ ലേശം മാറി നിൽക്കുന്നുണ്ടാവാം. പക്ഷെ അത് മാറി വരും, ആ സിറ്റുവേഷൻ ചേഞ്ച് ആവും. ഓക്കെ, ബോട്ട്, റിസീവിങ് വാട്ട് യു നീഡ്, പ്രോഗ്രഷൻ, അറൈവിങ്, മൂവിങ് ഓൺ. ഓക്കെ, ഇതിവിടെ മൂവിങ് ഓൺ അല്ല, ഇത് നിങ്ങൾ തമ്മിൽ ഇനി മുന്നോട്ട് മേ ബി ഒരു ട്രിപ്പ് പോകാനൊക്കെ സാധ്യതയാണ്. അവർക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ. ഓക്കെ, അവർക്ക് നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുമായിട്ട് കൂടുതൽ എക്സ്പ്രഷൻ അവർ വരും. ഓക്കെ, ഇപ്പം അവർ ലേശം അത് പിന്നോട്ട് ഇതാവുന്നുണ്ടെങ്കിൽ അവർക്കത് കുറച്ച് ഒരു സമയം വേണം അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഈ ഒരു ഇങ്ങനെ ഒരു അത്ര ഡീപ്പായിട്ടൊരു അട്രാക്ഷൻ, ഡീപ്പായിട്ടൊരു പാഷൻ, സ്നേഹമൊക്കെ ഫീൽ ചെയ്യുന്നത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരല്പം സമയം വേണം. അതുകൊണ്ടാണ് ഈ നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പ്രോഗ്രസ് ഉണ്ടാവും എന്ന് പറയാം. ആൻഡ് അസെൻഡിങ്ങും ഉണ്ട്. ട്രാൻസെൻഡിങ് ഒബ്സ്റ്റക്കിൾസ്, ലേണിംഗ്, എക്സ്പാൻഷൻ, ന്യൂ ഫേസ്, പ്രിപ്പയറിംഗ് ഫോർ യൂണിയൻ. നിങ്ങൾ തമ്മിലൊരു യൂണിയൻ തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി കപ്പിൾ കാർഡാണ് കണ്ടത്. അപ്പം നിങ്ങൾ തമ്മിൽ അത് ഒന്നാവേണ്ടത് തന്നെയാണ്. ഓക്കെ, പക്ഷെ പേഴ്സൺ ഒരു അല്പം സമയം എടുക്കുന്നുണ്ട്, കുറച്ച് ഡിലേസ് ഉണ്ട് ഇവിടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, സിറ്റുവേഷൻ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് നിങ്ങളും കൂടി കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ വിചാരിക്കേണ്ട ആ പേഴ്സൻ്റെ ഫീലിങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്തുകൂടെ, പറഞ്ഞുകൂടെ എന്നുള്ള ഒരു ഇത് വേണ്ട. അവർക്ക് സമയം കൊടുക്കാം. ഓക്കെ, അവരെ കംഫർട്ടബിൾ ആക്കാം. നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്നാണ് അവർ കാണുന്നത്. അപ്പോൾ അതിലൊരു ലേശം നിങ്ങളൊന്ന് അതിനെ അവരെ അക്സെപ്റ്റ് ചെയ്യാനും, അതായത് നിങ്ങളുടെ ഒരു ഇമോഷൻസ് കൂടി നിങ്ങൾ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ നന്നായിട്ട്. ഓക്കെ, അവർ മുമ്പിൽ ഒരു ലേശം ഒന്ന് എന്താ പറയുക, കുറച്ചൊരു വൾണറബിൾ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പൺ ആയിട്ട് നിങ്ങൾ കാണിക്കുക അവരുടെ അടുത്തും. ഓക്കെ, അവർ ശരിയാവും, ബെറ്റർ ആവും നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ. ഓക്കെ, പോസിറ്റീവായിട്ടാണ്. എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം. ഓക്കെ.